മഹാരാഷ്ട്ര ഇലക്ഷൻ റിസൾട്ട് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് പദം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്നിവയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇന്ത്യൻ മാർക്കറ്റ് 4% ഉയരുകയും ചെയ്തു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റി 1% മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും 24,200 മുകളിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. കൂടാതെ തുടർച്ചയായ 38 ദിവസത്തെ സെല്ലിംഗ് അവസാനിപ്പിച്ച് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിലേക്ക് മാറി 9,948 കോടി രൂപയുടെ ബൈയിങ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. അതേസമയം കഴിഞ്ഞ തുടർച്ചയായ 13 ദിവസത്തെ ബൈയിങ് അവസാനിപ്പിച്ച് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 6,908 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏവിയേഷൻ സെക്ടറിലെ 2 കമ്പനികളെയാണ്, ഇന്റർഗ്ലോബ് ഏവിയേഷനും സ്പൈസ് ജെറ്റും. ഇന്റർഗ്ലോബ് ഏവിയേഷൻ്റെ മാർക്കറ്റ് ഷെയർ 63% നിന്നും 63.3% ഉയർന്നിട്ടുണ്ട്. അതേസമയം പാസഞ്ചർ ലോഡ് ഫാക്ടർ 82.6% നിന്നും 82.3% ഇടിഞ്ഞു. ഏവിയേഷൻ സെക്ടറിലെ സ്പൈസ് ജെറ്റിൻ്റെ മാർക്കറ്റ് ഷെയർ 2% നിന്നും 2.4% ഉയരുകയും പാസഞ്ചർ ലോഡ് ഫാക്ടർ 80.4% നിന്നും 81% ഉയരുകയും ചെയ്തു. സൊമാറ്റോയുടെ ഫണ്ട് റൈസിങ്ങുമായി ബന്ധപ്പെട്ട ന്യൂസ് ആൾറെഡി വന്നതാണ്. QIP വഴി കമ്പനി ഫണ്ട് റൈസ് ചെയ്യുകയാണ്. QIPയിൽ 265 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഡിസ്കൗണ്ട് പ്രൈസിലാണ് സൊമാറ്റോ എന്ന കമ്പനി അതിൻ്റെ ഷെയറുകൾ വിറ്റഴിക്കുന്നത്. അശോക് ബിൽഡ്കോൺ എന്ന കമ്പനിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും 1,391 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിലെ ഹൈവേ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റാണ് അശോക് ബിൽഡ്കോൺ എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. HDFC ലൈഫ് ഇൻഷുറൻസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. HDFC ലൈഫ് ഇൻഷുറൻസ് എന്ന കമ്പനിയിൽ നിന്നും കസ്റ്റമർ ഡേറ്റ ചോർന്നതായി കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്താനും റെമഡിയൽ ആക്ഷൻ എടുക്കാനും കമ്പനി തീരുമാനിച്ചു. ഗുഡ് ഗവർണൻസിൻ്റെ ഭാഗമായിട്ടാണ് കമ്പനി ഈ ഇൻഫർമേഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. പവർ ഗ്രിഡ് എന്ന സ്റ്റോക്കിനെ താരിഫ് ബേസ്ഡ് കോമ്പറ്റിറ്റീവ് ബിഡിങ്ങിൽ സക്സസ്ഫുൾ ബിഡറായി തിരഞ്ഞെടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ പവർ ഗ്രിഡ് എന്ന സ്റ്റോക്കിന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ന്യൂ ഇന്ത്യ അഷുറൻസ് എന്ന കമ്പനിക്ക് 1,945 കോടി രൂപയുടെ ഇൻകം ടാക്സ് റീഫണ്ട് ലഭിക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ബിസിനസ് അതിൻ്റെ ഐസ്ക്രീം ബിസിനസ്സിനെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയായി മാർക്കറ്റിൽ ലിസ്റ്റ് ആക്കാൻ തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. ഹിറ്റാച്ചി എനർജി എന്ന കമ്പനിക്ക് റിന്യൂവബിൾ എനർജി സെക്ടറിൽ പവർ ഗ്രിഡ് എന്ന കമ്പനിയിൽ നിന്നും ഒരു പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. ഗൾഫ് ഓയിൽ ലൂബ്രിക്കൻസ് എന്ന കമ്പനി പിയാജിയോ വെഹിക്കിൾസുമായി ചേർന്ന് പിയാജിയോ വെഹിക്കിൾസിൻ്റെ കൊമേഴ്സ്യൽ വെഹിക്കിളിൽ ഗൾഫ് ഓയിൽ ലൂബ്രിക്കൻസ് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. കൂടാതെ GE വെർണോവ എന്ന കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് 5.47% സ്റ്റേക്കുകൾ ഓഫ്ലോഡ് ചെയ്യുകയാണ്. 1,550 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള സ്റ്റോക്ക് ഓഫ്ലോഡിംഗ് ആണ് ഇന്ന് നടക്കുന്നത്. സ്റ്റോവ് ക്രാഫ്റ്റ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കമ്പനി ഹാരോഹള്ളി എന്ന സ്ഥലത്ത് പുതിയ അയൺ ഫാക്ടറി ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 40 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാണ് കമ്പനി ഫൗണ്ടറി ആരംഭിച്ചത്. ഈ ഫൗണ്ടറിയിൽ 2.2 മില്യൺ പീസ് പെർ ആനം എന്ന റേറ്റിലുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണുള്ളത്. ഇത് വരും സമയങ്ങളിൽ 4.4 മില്യനായി ഉയർത്താനും സാധ്യതയുണ്ട്. KRN ഹീറ്റ് എക്സ്ചേഞ്ചർ ആൻഡ് റെഫ്രിജറേഷൻ എന്ന കമ്പനി റൈറ്റ് ഇഷ്യൂ വഴി 236 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് LT ഫുഡ്സ് ആണ്. LT ഫുഡ്സ് സൗദി അറേബ്യയിൽ ബിസിനസ് എക്സ്പാൻഷൻ്റെ ഭാഗമായി ഏകദേശം 185 മില്യൺ സൗദി റിയാലിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. ആൾകാർഗോ ലോജിസ്റ്റിക് എന്ന കമ്പനിയുടെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഇതുവഴി കമ്പനിയുടെ കാർഗോ ഹാൻഡ്ലിംഗ് വോളിയം 5% വർദ്ധിച്ച് 746 ക്യൂബിക് മീറ്ററായി ഉയർന്നിട്ടുണ്ട്. ഫുൾ കണ്ടെയ്നർ ലോഡ് വോളിയം 14% ഇയർ ഓൺ ഇയറായി ഉയരുകയും ചെയ്തു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.